നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കേരള ഗവൺമെന്റ് സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിലെ നിലവിലുള്ള ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സർക്കാരിന് കീഴിലുള്ള 1974 ആരംഭിച്ചതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കേരള ഗവൺമെന്റ് കീഴിൽ തന്നെയുള്ള മറ്റൊരു സ്വയംഭരണ സ്ഥാപനം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഈ പോസ്റ്റുകളിലേക്ക്, ഈ ട്രെയിനിങ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റായ www.cmd.kerala.gov.in എന്ന സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കണമെന്ന കാര്യം മനസ്സിലാക്കുക. ഷെഡ്യൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2025 ഫെബ്രുവരി 12 മുതൽ ഫെബ്രുവരി 21 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. വേക്കൻസി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പോസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ 2 വേക്കൻസി ഉണ്ട്. എംടെക് അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഒന്നാമത്തെ വർഷം ട്രെയിനിങ് സമയത്ത് 15,000 രൂപ, രണ്ടാം വർഷം 17,000 രൂപ, മൂന്നാം വർഷം 20,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിന് 2 വേക്കൻസികളുണ്ട്. അതും ബിടെക് അല്ലെങ്കിൽ എംടെക് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് പാസ് അവരായിരിക്കണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 2 പോസ്റ്റ് ഉണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗിന് 4 പോസ്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ 2 പോസ്റ്റുകളുണ്ട്. ഇതിന് ഈ വേണ്ട എല്ലാ യോഗ്യത അതാത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ബിടെക് അല്ലെങ്കിൽ എംടെക് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നവർക്ക് പ്രതിമാസം ഒന്നാമത്തെ വർഷം 15,000 രൂപയും, രണ്ടാമത്തെ വർഷം 17,000 രൂപയും, മൂന്നാമത്തെ വർഷം 20,000 രൂപയും സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. പിന്നെ എംഎസ്സി മൈക്രോബയോളജി കഴിഞ്ഞാൽ 2 വേക്കൻസി ഉണ്ട്. എംഎസ്സി മൈക്രോബയോളജി പാസ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എംഫാം ബിഫാം കഴിഞ്ഞവർക്ക് സെക്ഷനിലെ 4 വേക്കൻസി ഉണ്ട്. എംഫാം ബിഫാം പാസ്സായിരിക്കണം. അടുത്ത MBA ഫൈനാൻസ് കഴിഞ്ഞവർക്ക് 1 വേക്കൻസി ഉണ്ട്. അത് MBA ഫൈനാൻസ് പാസ്സായിരിക്കണം. അപ്പൊ ഈ വേക്കൻസികളിലേക്കും അതേപോലെ പ്രതിമാസം ഒന്നാമത്തെ വർഷം 15,000 രൂപയും, രണ്ടാമത്തെ വർഷം 17,000 രൂപയും, മൂന്നാമത്തെ വർഷം 20,000 രൂപയായിരിക്കും ലഭിക്കുക. അടുത്ത ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 2 വേക്കൻസി, ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 2 വേക്കൻസി, ഡിപ്ലോമ ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞവർക്ക് 2 വേക്കൻസി, ഡിപ്ലോമ പ്ലാസ്റ്റിക് ടെക്നോളജി കഴിഞ്ഞവർക്ക് 2 വേക്കൻസി ഉണ്ട്. അതായത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെ ഡിപ്ലോമ പാസ്സായവരായിരിക്കണം എന്ന കാര്യം വേണ്ടി അവർക്കാണ് ഇതിനുവേണ്ടി അപേക്ഷിക്കാൻ കഴിയുക. ഒന്നാമത്തെ വർഷം ഇവർക്ക് 12,000 രൂപയും, രണ്ടാമത്തെ വർഷം 14,000 രൂപയും, മൂന്നാമത്തെ വർഷം 16,000 രൂപയും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. AC മെക്കാനിക്കൽ 2 വേക്കൻസി ഉണ്ട്. ITI സർട്ടിഫിക്കറ്റ് AC മെക്കാനിക്കൽ ഉണ്ടായിരിക്കണം. ബോയിലർ ഓപ്പറേറ്റർമാരുടെ 3 വേക്കൻസി ഉണ്ട്. ITI എന്നുള്ള ബോയിലർ അറ്റൻഡന്റ് എക്സാമിനേഷൻ B ക്ലാസ് പാസ്സായവരായിരിക്കണം. ഇവർ 2 പോസ്റ്റിലേക്കും ഒന്നാമത്തെ വർഷം 10,000 രൂപയും, രണ്ടാമത്തെ വർഷം 11,000 രൂപയും, മൂന്നാമത്തെ വർഷം 12,000 രൂപയും പ്രതിമാസം സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. 18 മുതൽ 36 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST-ക്കാർക്കും OBC-ക്കാർക്കും കേരള ഗവൺമെന്റ് നൽകുന്ന ഉയർന്ന പ്രായപരിധിയുള്ള ആനുകൂല്യം ഇവിടെ ലഭ്യമാണെന്ന് കാര്യം മനസ്സിലാക്കുക. ട്രെയിനിങ് 3 വർഷത്തേക്കായിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം 1 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കേരളത്തിലെ ആലപ്പുഴയിലുള്ള കലവൂരിലാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ചെയ്യുന്നത്. അവിടെ ആയിരിക്കും പോസ്റ്റിംഗ് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം ഇതിലെല്ലാം കട്ട് ഓഫ് തയ്യാറാക്കുന്ന 2025 ഫെബ്രുവരി 1 അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ക്വാളിഫിക്കേഷനും ഏജും ഒക്കെ നിർണ്ണയിക്കുന്ന ആ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പം താല്പര്യമുള്ളവർക്ക് ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. 2025 ഫെബ്രുവരി 21 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you very much.